ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പിലാക്കിയ കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ തുറന്നടിച്ച് മുസ്ലിം ലീഗും കോൺഗ്രസും രംഗത്തു വന്നിരിക്കുകയാണ്. CAA നടപ്പാക്കിയതിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ് മുസ്ലിം ലീഗ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുൻപുള്ള ഈ കേന്ദ്ര നടപടി നിയമവിരുദ്ധമാണെന്നും അത് നിലനിൽക്കില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നേതാവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മതത്തിന്റെ പേരിൽ മനുഷ്യനെ വിഭജിക്കാൻ അനുവദിക്കില്ല. ജാതിമത അടിസ്ഥാനത്തിൽ പൗരത്വം എന്നത് ലോകം അംഗീകരിക്കാത്തതാണ്. ഇത് ലോകത്ത് എവിടെയുമില്ല. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ഈ നിയമത്തിനെതിരെ ഞങ്ങളുടെ കേസ് കോടതിയിലുണ്ട്. അതുമായി മുന്നോട്ടു പോകും. തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് തോന്നുന്നത് കൊണ്ട് 18 അടവും നോക്കുകയാണ്. ഈ നിയമം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്നും ഇത് നടപ്പിലാകാൻ പോകുന്നില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്ത്യ മുന്നണി രാജ്യത്ത് ഭരണത്തിൽ വരുന്നതോടെ ഈ നിയമം അറബിക്കടലിൽ വലിച്ചെറിയുമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞു. മനുഷ്യരെ വേർതിരിക്കുന്ന ഈ നിയമം നടപ്പിലാക്കാൻ ശരീരത്തിൽ രക്തമുള്ളിടത്തോളം അനുവദിക്കില്ലെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് BJP പുറത്തെടുക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാൻ കോൺഗ്രസും UDF-ഉം അനുവദിക്കില്ലെന്ന് VD സതീശനും ആണയിട്ടു പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ എത്തിയത്. പാർലമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതോടെയാണ് നിയമം പ്രാബല്യത്തിലായത്. BJPയുടെ 2019 പ്രകടന പത്രികയിലെ അവിഭാജ്യ ഘടകമായിരുന്നു ഇത്. അയൽരാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുന്നതിന് ഇത് വഴിയൊരുക്കുമെന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത്. അയൽരാജ്യങ്ങളായ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി മതക്കാർക്കാണ് പൗരത്വ നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുക. മതിയായ രേഖകളില്ലാത്തവർക്ക് ദീർഘകാല വിസ നൽകുന്നതിന് ജില്ലാ ഭരണകൂടങ്ങൾക്ക് അധികാരമുണ്ടാവുമെന്നും വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. 2019 ഡിസംബർ 11 പാർലമെന്റ് പൗരത്വ നിയമം പാസാക്കിയത്. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് CAA നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ് ഒരു മാസത്തിനുള്ളിലാണ് ഈ സംഭവവികാസങ്ങൾ നടന്നിരിക്കുന്നത്. അതേസമയം പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ലെന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയും DMK നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിനും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത്. പ്രതിപക്ഷ എതിർപ്പ് വകവെക്കാതെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഈ നീക്കമെന്നതാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. കേരളം, പഞ്ചാബ് തുടങ്ങിയ ഇതര സംസ്ഥാനങ്ങളും CAA എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനു പുറമെ പല സംസ്ഥാനങ്ങളും നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം ഉൾപ്പെടെ പാസാക്കുകയും ചെയ്തിരുന്നു. പൗരത്വ നിയമം രാജ്യമെമ്പാടും തീവ്രമായ ചർച്ചകൾക്കും വ്യാപക പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു. ഡൽഹിയിലെ ഷഹീൻബാഗിൽ നിരവധി സമരങ്ങളും അസമിലെ ഗുവാഹത്തിയിൽ പ്രതിഷേധ സമ്മേളനങ്ങളും നടന്നിരുന്നു. കൂടാതെ പ്രക്ഷോഭ സമരങ്ങളുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമാകുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നിയമത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. ഇന്ന് നരേന്ദ്രമോദിയുടെ ഈ തന്ത്രം എത്രത്തോളം ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും.